സെഖര്യാവ് അധ്യായം 7. ദാര്യാവേശ് രാജാവിൻ്റെ 4-ാം ആണ്ടിൽ കിസ്ലേവ് എന്ന 9-ാം മാസം 4-ാം തീയതി സെഖര്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. ബേഥേൽക്കാർ യഹോവയെ പ്രസാദിപ്പിക്കേണ്ടതിന് സരേസരിനെയും രേഗം മേലക്കിനെയും അവരുടെ ആളുകളെയും അയച്ചു. സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിലെ പുരോഹിതന്മാരോടും പ്രവാചകന്മാരോടും, ഞങ്ങൾ ഇത്ര സംവത്സരമായി ചെയ്തു വന്നതുപോലെ 5-ാം മാസത്തിൽ കരഞ്ഞും കൊണ്ട് ഉപവസിക്കണമോ എന്ന് ചോദിച്ചു. അപ്പോൾ സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, നീ ദേശത്തിലെ സകല ജനത്തോടും പുരോഹിതന്മാരോടും പറയേണ്ടത്, നിങ്ങൾ ഈ 70 സംവത്സരമായി 5-ാം മാസത്തിലും 7-ാം മാസത്തിലും ഉപവസിച്ച് വിലപിക്കയിൽ നിങ്ങൾ എനിക്ക് വേണ്ടി തന്നെയോ ഉപവസിച്ചത്? നിങ്ങൾ ഭക്ഷിക്കുമ്പോഴും പാനം ചെയ്യുമ്പോഴും നിങ്ങൾ തന്നെയല്ലയോ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്? യെരൂശലേമിനും അതിൻ്റെ ചുറ്റും അതിൻ്റെ ഉപനഗരങ്ങൾക്കും നിവാസികളും സ്വസ്ഥതയും ഉണ്ടായിരുന്നപ്പോഴും, തെക്കേ ദേശത്തിനും താഴ്വീതിക്കും നിവാസികൾ ഉണ്ടായിരുന്നപ്പോഴും, യഹോവ പണ്ടത്തെ പ്രവാചകന്മാർ മുഖാന്തരം പ്രസംഗിച്ച വചനങ്ങളെ നിങ്ങൾ കേട്ടനുസരിക്കേണ്ടതല്ലയോ? യഹോവയുടെ അരുളപ്പാട് സെഖര്യാവിനുണ്ടായതെന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നേരോടെ ന്യായം പാലിക്കയും ഓരോരുത്തൻ താൻ്റെ സഹോദരനോട് ദയയും കരുണയും കാണിക്കുകയും ചെയ്യുവിൻ. വിധവയെയും അനാഥനെയും പരദേശിയെയും ദരിദ്രനെയും പീഡിപ്പിക്കരുത്. നിങ്ങളിൽ ആരും തൻ്റെ സഹോദരൻ്റെ നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുകയും അരുത്. എന്നാൽ ചെവി കൊടുപ്പാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. അവർ ദുശാഠ്യം കാണിക്കുകയും കേൾക്കാതെ വണ്ണം ചെവി പൊത്തിക്കളയുകയും ചെയ്തു. അവർ ന്യായപ്രമാണവും സൈന്യങ്ങളുടെ യഹോവ തൻ്റെ ആത്മാവിനാൽ പണ്ടത്തെ പ്രവാചകന്മാർ മുഖാന്തരം അയച്ച വചനങ്ങളും കേട്ടനുസരിക്കാതെ വണ്ണം ഹൃദയങ്ങളെ വജ്രം പോലെ കടുപ്പമാക്കി. അങ്ങനെ സൈന്യങ്ങളുടെ യഹോവയിങ്കൽ നിന്ന് ഒരു മഹാകോപം വന്നു. ആകയാൽ ഞാൻ വിളിച്ചിട്ടും അവർ കേൾക്കാതിരുന്നതുപോലെ തന്നെ അവർ നിലവിളിക്കും, ഞാൻ കേൾക്കയില്ല താനും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ഞാനൊരു ചുഴലിക്കാറ്റുകൊണ്ട് അവരെ അവർ അറിയാത്ത സകല ജാതികളുടെയും ഇടയിൽ പാറ്റിക്കളഞ്ഞു. ദേശമോ ആരും പോക്ക് വരത്തില്ലാത്ത വണ്ണം അവരുടെ പിമ്പിൽ ശൂന്യമായി തീർന്നു. അങ്ങനെ അവർ മനോഹര ദേശത്തെ ശൂന്യമാക്കി കളഞ്ഞു.